ദൈവമായ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുകയാണ്. ഇസ്രായേൽ ജനങ്ങളുടെ കനാൻ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എരിഹോവിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. യോർദാൻ നദി കടന്നതായ ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ പ്രിയ ജനം, കനാൻ്റെ അതിർത്തി പ്രദേശത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. കനാൻ്റെ അതിർത്തി പ്രദേശത്തേക്ക് എത്തിച്ചേർന്നതായ ഈ ജനം അവരുടെ യാത്ര അവിടെ അവസാനിപ്പിക്കുന്നില്ല. അവിടെ പിതാക്കന്മാർ താമസിച്ചിരുന്നതായ ആ സ്ഥലത്ത് എത്തുന്നതുവരെയും ആ കനാൻ ദേശത്തിലുള്ളതായ സകല ദേശങ്ങളെയും കീഴ്പ്പെടുത്തുന്നതുവരെയും ഈ ജനം യാത്ര ചെയ്യേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ കനാൻ ദേശത്തിൻ്റെ അതിർത്തിയിൽ എരിഹോവിലിൻ്റെ സമീപത്താണ് ഈ ജനം അത് പാർക്കുന്നത്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, ആർപ്പിടുവിൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ. എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കുന്ന ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരാതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന സ്വർഗീയ പിതാവെന്നുള്ള ദൈവമേ, ഇവിടെ വായിച്ചു കേട്ടതായി തിരുവചന സത്യത്തിനടുത്ത് സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ജനം അത് കൈവരിക്കുന്നതായ ആ വിജയവും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെയും കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കോണം ഈ വചനങ്ങൾ മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും കേൾക്കാരിൻ്റെ കരങ്ങളിൽ വഹിച്ചോളണം. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാൽ ഞങ്ങൾ നിറച്ച് ഞങ്ങൾക്ക് വചനങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയുടെ സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ യോർദാൻ കടന്ന് കനാനിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അതെ, കനാൻ്റെ അതിർത്തി ദേശങ്ങളിൽ താമസിക്കുന്നതായ അറിവ് തൊട്ടടുത്തുള്ളതായ എല്ലാ ദേശവാസികൾക്കും അതിൻ്റെ രാജാക്കന്മാർക്കും ലഭിക്കുന്നതായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കുകയാണ്. അങ്ങനെ ഈ ഇസ്രായേൽ ജനം അത് കനാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് യോർദാനിൽ വെച്ച് ദൈവം അവിടെ കാണിച്ചതായ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചും അത്ഭുതകരമായി ഇസ്രായേൽ ജനങ്ങളെ നദി കടത്തിയതിനെക്കുറിച്ചും ദൈവം അവരെ അത്ഭുതകരമായി വഴി നടത്തിക്കൊണ്ടുവന്നതായ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെക്കുറിച്ചും അവർ അറിയുകയും യഹോവയായ ദൈവത്തെ ഭയപ്പെടുക മാത്രമല്ല, ഇസ്രായേൽ ജനങ്ങളെ അവർ വളരെയധികം ഭയപ്പെടുകയും ചെയ്തു. ഇക്കാരണത്താൽ എരിഹോവിലിൻ്റെ രാജാവ് എരിഹോവിലിനെയും തൻ്റെ ജനത്തെയും സുരക്ഷിതമാക്കി എരിഹോവിലിനെ മതിലുകളാൽ ബലപ്പെടുത്തി ഉറപ്പിച്ചിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 6-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. അതിവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ജനം നിമിത്തം അവർ ഈ എരിഹോവിലിൻ്റെ മതിലുകളെ ഉറപ്പിച്ച് ബലപ്പെടുത്തിയിരുന്നു മാത്രമല്ല, അവരെ ഭയപ്പെട്ട് ആരും പുറത്തേക്ക് ഇറങ്ങുകയോ തിരിച്ച് അകത്തേക്ക് കടക്കുകയോ ചെയ്യാതെ വണ്ണം അവർ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ എരിഹോവിലിന്
സമീപത്തായിട്ടോ കനാന്റെ അതിർത്തി പ്രദേശത്ത് കൂടാരമടിച്ച് താമസിക്കുന്ന ഇസ്രായേൽ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് യോശുവ അവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എരികോന് സമീപത്ത് ഇരുന്ന് തല ഉയർത്തി നോക്കി. ആ സമയത്ത് കയ്യിലൊരു വാൾ ഊരിപ്പിടിച്ച് നിൽക്കുന്നതായ ഒരു ദൂതനെ കാണുവാനിടയായിത്തീർന്നു. അപ്പോൾ യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ അതോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിക്കുന്നു. അതിനവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ്. അപ്പോൾ യോശുവ അവന് മുമ്പിൽ വീണ് നമസ്കരിക്കുന്നു. അവനോട് അടിയനോട് ദൈവത്തിനുള്ളതായ കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അടിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. യോശുവ ഇവിടെ ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനെ ദർശിക്കുകയാണ്. മോശ ദൈവത്തെ കാണുമ്പോഴും നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണെന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്നും ആവശ്യപ്പെട്ടതായിട്ട് കാണുന്നു. ഇവിടെയും അങ്ങനെ സംഭവിക്കുകയാണ്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്, ഇവിടെ കണ്ടതായ മോശ ദർശിച്ചതായ ദൂതൻ അത് ഒരുപക്ഷെ മീഖായേൽ ദൂതനായിരിക്കുമോ എന്ന് സംശയിക്കപ്പെടുകയാണ്. അതെ, മീഖായേൽ ദൂതനാണെന്ന് കരുതുന്നു. കാരണം ദൂതന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യമാണ് ഉള്ളത്. അതെ, ഗബ്രിയേൽ ദൂതനെ സന്ദേശവാഹകനായിട്ട് ലൂക്കോസിൻ്റെ 10:13 പറയുകയാണ്. അതുപോലെ മീഖായേൽ പ്രവാചകൻ പിശാചിനോട് എതിർക്കുവാൻ രംഗപ്രവേശം ചെയ്യുന്നതായ ഒരു ദൂതനായിട്ട് ദാനിയേൽ പ്രവചനം 10:13 രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈന്യത്തിൻ്റെ അധിപതിയായിട്ട് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ മീഖായേലും സൈന്യവും കടന്നു വന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ ശത്രുക്കളോട് പോരാടി അവരെ നശിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ കണ്ടതായ ദൂതൻ അത് തീർച്ചയായിട്ടും മീഖായേൽ ആണ്. എരിഹോവിലിനെ തകർക്കുവാൻ തക്കവണ്ണം, എരിഹോവിലിൻ്റെ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം മുൻകൂട്ടി അയച്ചതായ സൈന്യത്തിൻ്റെ അധിപതിയാണെന്ന് നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. യഥാർത്ഥത്തിൽ ഈ എരിഹോവിലിൻ്റെ മതിലുകളെക്കുറിച്ചും അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും വളരെ സവിസ്തരമായിട്ട് ആധുനിക ഗവേഷകന്മാർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ഗവേഷണത്തിൽ ഈ എരിഹോവിലിനെ ചുറ്റി 2 മതിലുകൾ ഉണ്ടായിരുന്നു എന്നും ഈ മതിലുകൾക്ക് തമ്മിൽ 15 അടിയോളം അകലമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ബ്രിട്ടീഷ് പുരാതന ഗവേഷകൻ തലവൻ ഡോക്ടർ ജോൺ ഗാർസ്റ്റാം 1929 മുതൽ 1936 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ എരിഹോ പട്ടണം നിലനിന്നതായ സ്ഥലം അത് കുഴിച്ചു നോക്കുകയും അത് പരിശോധിക്കുകയും ചെയ്ത് അതിന് ഫലമായിട്ട് ഉദ്ദേശം 1400 അടുത്ത് എരിഹോ പട്ടണം തകർന്നു വീണതായിട്ട് അവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പുറമേയുള്ള കോട്ടയ്ക്ക് 6 അടി കനവും അകമേയുള്ള കോട്ടയ്ക്ക് 12 അടി കനവും ഉണ്ടായിരുന്നു. 30 അടി ഉയരമാണ് ഉണ്ടായിരുന്നത്. ഈ കോട്ടകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അവർ ഭവനങ്ങൾ നിർമ്മിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു ഭവനത്തിലാണ് രാഘാബ് എന്ന ആ വേശ്യസ്ത്രീയും താമസിച്ചിരുന്നത്. ഒരുപക്ഷെ യോശുവ ഹിത്തിമിൽ നിന്ന് എരിഹോവിനെ ഒറ്റ നോക്കുവാൻ തക്കവണ്ണം പറഞ്ഞയച്ചതായ ആ ഒറ്റുകാരെ സംരക്ഷിച്ചതായ ആ രാഘാബ് എന്ന് പറയപ്പെടുന്നതായ വേശ്യസ്ത്രീയും അവളുടെ ഭവനവും ഈ കോട്ടയ്ക്ക് മുകളിൽ തന്നെയായിരുന്നു. ഇക്കാരണത്താൽ ഈ രാഘാബ് ദൂതന്മാരെ സംരക്ഷിച്ച അവരുടെ കിളിവാതിൽ കൂടെ അവിടെ നിന്ന് കയറി കെട്ടി പുറത്തിറക്കിയപ്പോൾ അവർ മതിലിൻ്റെ അല്ലെങ്കിൽ
പട്ടണത്തിൻ്റെ പുറത്താണ് അവർക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം സാധിച്ചത്. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഇവിടെ രാഘാബ് എന്ന് പറയപ്പെടുന്നതായൊരു സ്ത്രീ സാധാരണ ഒരു വേശ്യയല്ല. അക്കാലങ്ങളിൽ അന്ന് അവിടെ ദേവിയെ പ്രസാദിക്കാൻ വേണ്ടി ആളുകൾ വേശ്യാവൃത്തി ചെയ്യാറുണ്ടായിരുന്നു. വേശ്യാവൃത്തി തൊഴിലായി സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ വേശ്യാവൃത്തി തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നതായ ഒരു ദേവീഭക്തയായ സ്ത്രീയായിരുന്നു രാഘാബ് എന്ന് നമുക്ക് അവിടെ കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. തുടർന്ന് രാഘാബ് യഥാർത്ഥമായിട്ട് ദൈവജനം എരിഹോവിലേക്ക് കടന്നു വരികയാണെന്നും ദൈവം അതിനെ തകർക്കുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ രാഘാബ് അത് വിശ്വസിക്കുകയും ഒറ്റുകാർ പറഞ്ഞതുപോലെ അവൾ ഈ എരിഹോവിൽ നശിക്കപ്പെടുമ്പോൾ അവൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് യഹോവയെ ആരാധിക്കുകയും യഹോവയെ ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് ജീവിച്ചു എന്ന് നമുക്ക് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. ഇവിടെ പോലീസ് വിശ്വാസവീരന്മാരുടെ പട്ടിക പറയപ്പെടുമ്പോൾ രാഘാബും ഈ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഉള്ളതായിട്ട് എബ്രായർക്കെഴുതിയ ലേഖനം 11:31 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മത്തായി 1:5 നമ്മൾ വായിക്കുമ്പോൾ രാഘാബിനെ ഒരു ശൽമ എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിച്ചതായിട്ടും അതിൽ നിന്ന് ഒരു മകൻ ജനിച്ചതായിട്ടും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരാൽ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്ന് യഹോവയെ ആരാധിക്കുവാനും യഹോവയുടെ സന്നിധിയിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് രാഘാബ് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എരിഹോവിനെ തകർത്തത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ യഹോവയുടെ നിയമപെട്ടകം ആയി പുരോഹിതന്മാർ മുമ്പേ യാത്ര ചെയ്യുകയും 7 കാഹളങ്ങൾ പിടിച്ചതായ പുരോഹിതന്മാർ ഈ പെട്ടകത്തിന് മുമ്പേ യാത്ര ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ജനങ്ങൾ അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യണം. അങ്ങനെ ഓരോ ദിവസം വീതം ഈ എരിഹോവിലിനെ ചുറ്റി വരണം. എന്നിട്ട് 7ാമത്തെ ദിവസം 6 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി വരികയും 7ാമത്തെ പ്രാവശ്യം ചുറ്റി വരുന്നതായ സമയത്ത് കാഹളം ഊതുമ്പോൾ ജനം ആർത്തു വിളിക്കുകയും ഞങ്ങൾക്ക് ഈ പട്ടണം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ ശബ്ദത്തോടുകൂടെ ആർക്കുകയും വേണം എന്ന് യോശുവയോട് കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. യഥാർത്ഥമായിട്ട് ആ കൽപ്പന യോശുവ അംഗീകരിക്കുകയും യോശുവയുടെ കൽപ്പന പ്രകാരം അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണുകയാണ്. യോശുവ കൽപ്പിച്ചു. പുരോഹിതന്മാർ ദൈവത്തിൻ്റെ 10 കൽപ്പന അടങ്ങിയതായ പെട്ടകവും എടുത്തുകൊണ്ട് മുന്നേ സഞ്ചരിക്കുകയാണ്. ഈ സമയം കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ പെട്ടകത്തിന് മുൻപിലും അതിനു മുമ്പിൽ യുദ്ധസന്നദ്ധരായ യോദ്ധാക്കളും പെട്ടകത്തിന് പുറകിലായിട്ട് ദൈവം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായ അഖിലത്തിൽ ഇസ്രായേൽ ജനവും ഇങ്ങനെ എരിഹോവിന് ചുറ്റിലും ഓരോ ദിവസം വീതവും ഇങ്ങനെ യാത്ര ചെയ്തു വരികയാണ്. ഒരു യാത്രയിൽ കാഹളം ഊതുക മാത്രമല്ലാതെ മറ്റേതൊരു ശബ്ദവും പുറപ്പെടുവിക്കുകയില്ല. അങ്ങനെ 6 ദിവസവും 6 പ്രാവശ്യം വലയം ചെയ്തു. 7ാമത്തെ ദിവസം അവർ അപ്രകാരം 6 പ്രാവശ്യം വലയം ചെയ്യുകയാണ്. 7ാമത്തെ പ്രാവശ്യം ആ കാഹളം ഊതുന്ന സമയത്ത് ദൈവത്തിൻ്റെ ജനം ആർത്ത് വിളിക്കുകയാണ്. ഓ ദൈവം ഞങ്ങൾക്ക് ഈ പട്ടണം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആർത്ത് വിളിക്കുകയാണ്. ഈ സമയം എരിഹോവിലിൻ്റെ മതിലുകൾ
തകർന്ന് അടിഞ്ഞു വീഴുകയാണ്. കൈതൊടാതെ ഏതൊരു വ്യക്തിയും കഠിനാധ്വാനം ചെയ്യാതെ യുദ്ധശേഷിയുള്ളതായ യോദ്ധാക്കൾ യുദ്ധം ചെയ്യാതെ വളരെ സൗമ്യമായിട്ട് എളുപ്പത്തിൽ ദൈവം ഈ എരിഹോവിൽ പട്ടണം അവർക്ക് ദാനമായി കൊടുക്കുന്ന, അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. അങ്ങനെ എരിഹോവിലിനെ തകർക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനം എല്ലാവരും ഇരച്ച ഈ എരിഹോവിനുള്ളിൽ പ്രവേശിച്ച് ദൈവമായ കർത്താവ് പറഞ്ഞിരുന്നത് പോലെ ആ പട്ടണത്തിലുള്ളതായ സകല വസ്തുക്കളെയും അവർ കൊള്ളയടിക്കുകയും അതിൽ നിന്ന് എടുത്ത് ശേഖരിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. ഇവിടെ ദൈവമായ കർത്താവ് ഒരു കൽപ്പന അവർക്ക് നൽകുകയുണ്ടായി. ആ കൽപ്പന ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, അതിൻ്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരാതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തു ഒന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വെള്ളിയും പൊന്നും ഒക്കെയും ഇരുമ്പ് കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം, അവ യഹോവയുടെ ഭണ്ഡാഗരത്തിൽ ചേരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ദൈവം നൽകപ്പെടുന്നതായ ഒരു കൽപ്പന ഈ തകർക്കപ്പെട്ടതായ പട്ടണത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ഈ പട്ടണത്തിൽ നിന്നും ശേഖരിക്കപ്പെടുന്നതായ വസ്തുക്കളും ആ പട്ടണം ദൈവത്തിന് ശപഥാർപ്പിതമായിരിക്കണമെന്നാണ്. അതിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപം വന്നു ഭവിക്കാതിരിക്കേണ്ടതിന് അതിലുള്ള വസ്തുക്കളെല്ലാം അർപ്പിതമായിരിക്കണമെന്നാണ്. എന്നാൽ ആ വസ്തുക്കൾ എന്താണെന്ന് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിരിക്കുകയാണ്. വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ളതായ വസ്തുക്കളും ഈ ചെമ്പും ഇരുമ്പും ഒക്കെയും ദൈവത്തിന് ശപഥാർപ്പിതമായിരിക്കും. അത് യഹോവയുടെ ഭണ്ഡാഗരത്തിൽ കൊണ്ടുവരണം. ഇന്ന് കടന്നു ചെല്ലുന്ന ഇസ്രായേൽ ജനം അത് എടുത്ത് അവരുടെ സ്വന്തം വകയായിട്ട് അവർക്കുള്ളതായിട്ട് സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈ പട്ടണവും ശപഥാർപ്പിതമായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിലുള്ളതായ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഒരു വീട്ടിലും ശേഷിച്ചിരിക്കാതെ അവരെ പൂർണ്ണമായിട്ടും കൊന്നുകളയണം, നശിപ്പിച്ച് കളയണം എന്നുള്ളതായിരുന്നു. ഇസ്രായേൽ ജനം അങ്ങനെ തന്നെ ചെയ്ത് ഇസ്രായേലിൻ്റെ യോദ്ധാക്കൾ അവർ വളരെ ശക്തിയോടുകൂടെ എരിഹോവിനുള്ളിലേക്ക് പ്രവേശിച്ചു. എരിഹോവിനുള്ളതായ എല്ലാ മനുഷ്യരെയും അവർ പൂർണ്ണമായിട്ടും അതിനെ നശിപ്പിച്ച് കളയുന്നതായിട്ട്, നശിപ്പിച്ച് കളയുന്നതായിട്ട് കാണുവാൻ കൊണ്ട് സാധിക്കും. എന്നാൽ ഒറ്റുകാരായി ഈ പട്ടണത്തിൽ കടന്നു പോയതായ ആ പുരുഷന്മാർ രാഘാബ് എന്ന് പറയപ്പെടുന്നതായ സ്ത്രീയോട് ചെയ്തതായ ആ സത്യം ഓർക്കുകയാണ്. കാരണം അവർ സത്യം ചെയ്തു, എരിഹോവിനെ തകർക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്നെയും എൻ്റെ പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും ഓർക്കണമെന്നും അവരെ സംരക്ഷിക്കണം എന്നും പറഞ്ഞ് ആവശ്യപ്പെട്ട് അത് ചെയ്യാം എന്ന് ആ പുരുഷന്മാർ പറഞ്ഞപ്പോൾ അത് സത്യം ചെയ്യുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയും ആ പുരുഷന്മാർ സത്യം ചെയ്യുകയും ചെയ്തു. ഇവരെ രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം കിളിവാതിൽ കൂടെ താഴേക്കിട്ടതായ ആ നൂലിൻ്റെ അല്ലെങ്കിൽ വടത്തിൻ്റെ ആ നിറം അടയാളമായി കണ്ടുകൊണ്ട് ഇസ്രായേൽ ജനം ഈ പുരുഷന്മാരാൽ രാഘാബിൻ്റെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുന്നതായിട്ട്, അവരെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ കൊണ്ട് സാധിക്കും. എന്നാൽ ഈ വസ്തുക്കളുടെ കൂട്ടത്തിൽ ചില വസ്തുക്കൾ, ശപഥാർപ്പിതമായ വസ്തുക്കൾ, ചിലത് ഒരു വ്യക്തി എടുത്ത് അത് ആരും കാണാതെ സുരക്ഷിതമായിട്ട് തൻ്റെ ഭവനത്തിൽ കൊണ്ടുപോവുകയും ആ ഭവനത്തിൽ കൊണ്ടുചെന്ന് തൻ്റെ
വസ്തുവകൾക്കിടയിൽ കുഴിച്ച് അത് മൂടിയിട്ടിരിക്കുന്നതായിട്ട് കാണുവാനും തക്കവണ്ണം സാധിക്കും. അതിനെക്കുറിച്ച് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: എന്നാൽ ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു. യെഹൂദ ഗോത്രത്തിൽ സേരഹിൻ്റെ മകനായ സെബദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശപഥാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു എന്ന് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, ദൈവം ശപഥാർപ്പിതമായി കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ദൈവത്തിന് വിശുദ്ധമാണ്. അതിൽ നിന്ന് ആരെങ്കിലും എടുത്തു മാറ്റുന്നുവെങ്കിൽ, അത് ലംഘിക്കുന്നുവെങ്കിൽ കൽപ്പനാ ലംഘനവും അത് കൽപ്പനാ ലംഘനത്തിന് വിധേയമായി തീരുകയും അത് ദൈവത്തിൻ്റെ ശാപത്തിനും അത് മുഖാന്തരമുള്ള നാശത്തിനും കാരണമായി തീരുകയും ചെയ്യും എന്നും തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നതോ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതിൻ്റെ സാദൃശ്യമായി നൽകപ്പെട്ടിരിക്കുന്നതോ എരീഹോവിൽ സമാനമായിട്ടുള്ളതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോഴും നാം യഹോവയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതിസന്ധികളൊക്കെയും മാറ്റിത്തരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവിന് കഴിയുമെന്നുള്ളതാണ്. എന്നാൽ ദൈവം ശപഥാർപ്പിതമായി കൽപ്പിച്ചതായ കാര്യങ്ങൾ അത് യഹോവയ്ക്ക് വിശുദ്ധമായിട്ട് നമ്മൾ കരുതുകയും യഹോവയുടെ നാമത്തിന് വേണ്ടി യഹോവയുടെ മഹത്വത്തിന് വേണ്ടിയും അത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ 10-1 അത് ദശാംശം യഹോവയ്ക്ക് വിശുദ്ധവും ശപഥാർപ്പിതവുമായി ഇരിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന നാം ഓരോരുത്തരും അതെ ഈ ശപഥാർപ്പിതമായ ദശാംശം അർപ്പണത്തിൽ യാതൊരു വ്യാജവും കാണിക്കാതെ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എരിഹോവിൽ സമാനമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന സ്വർഗീയ പിതാവ് എന്ന ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് അടികൾ നന്നൊരു സ്തുതിക്കുന്നതാ. കേട്ടതായ തിരുവചന സത്യത്തിനായിട്ട് സ്തുതിക്കുന്നു. എരിഹോവിലിനെ തകർത്തതായ കർത്താവ് ഞങ്ങളുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെയും തകർത്തുകൊണ്ട് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് വിടുതൽ നൽകുമെന്ന് കേൾപ്പിച്ചതായ ആ മകൾ സത്യത്തിനായിട്ട് അതിൽ സ്തുതിക്കുന്നു. അപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മാനവ മഹത്വത്തിന്റെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ.